സമരം ഇങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കുന്നതല്ലേ, പ്രാദേശികമായിട്ടേ ആശാവർക്കർ മാത്രം ചെയ്യേണ്ട കുറേ ജോലികളുണ്ടല്ലോ, അത് തകരാറിലാവുമല്ലേ യഥാർത്ഥത്തിൽ ചെയ്യാം? നമുക്കും അതിന് ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളെ നമ്മൾ സേവിച്ച് നമ്മൾ ഇത്രയും കാലം അവരുടെ ഇപ്പോഴും ഇന്നലെ വരെ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടുകളൊന്നും മുള്ളോട്ട് കൊടുക്കത്തില്ല. നമ്മുടെ സമരം നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരെ റിപ്പോർട്ടൊന്നും കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ ഭരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് ഇത്രയും കാലം കയ്യടി വാങ്ങിച്ചത് ഞങ്ങളെപ്പോലുള്ളവരുടെ വിയർപ്പ് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇനി ഞങ്ങൾ കൊടുക്കത്തില്ല, അവരൊരു അവാർഡും ഇനി മേടിക്കത്തില്ല. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് തരുന്നവരെ ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. പ്രധാനപ്പെട്ട ചെയ്യുന്ന ജോലികൾ ഒന്ന് ചുരുക്കി പറയാമോ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി? ഞങ്ങൾ ആദ്യം കയറിയ 2007 ട്രെയിനിങ് കഴിഞ്ഞ് കയറിയ സമയത്ത് ഞങ്ങൾ വോളണ്ടിയേഴ്സായിട്ടായിരുന്നു കയറിയത്. അന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് ആഴ്ചയിൽ 2 മണിക്കൂർ 4 ദിവസം ജോലി ചെയ്യണം, 2 മണിക്കൂർ വെച്ച്. ആ ജോലിയിൽ നമുക്ക് അമ്മയും കുഞ്ഞിൻ്റെയും പരിപാലനം, RCH ഡ്യൂട്ടി ചെയ്യണം, പിന്നെ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, പാലിയേറ്റീവ് രോഗികളെ കാണുക, പിന്നെ സർവേകൾ, ഈ ആരോഗ്യ സർവേ ഒക്കെ നമ്മൾ അത്യാവശ്യം. ഇപ്പം നമുക്ക് അങ്ങനെയല്ല, 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞു അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പം തൊട്ട് നമ്മൾ ആ ഒരു കുഞ്ഞിൻ്റെ ജനനം തൊട്ട് ആ കുഞ്ഞ് വലുതായി അപ്പം നമ്മുടെ മരണം വരെയുള്ള കാര്യങ്ങൾ, പിന്നെ പോരാത്തതിന് ഫീൽഡിലുള്ള എല്ലാ റിപ്പോർട്ടും കൊടുക്കണം, എല്ലാം കൊടുക്കണം. A to Z കൊടുക്കണം. അത് ഒരു തവണ കൊടുത്താൽ പോലെ അവർ ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ കൊടുക്കണം. അത് എഴുതി വൃത്തിയാക്കി ആ ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെയും കൂടാതെ സാറ് ഇപ്പം ഞങ്ങളുടെ വീട്ടുകളിൽ വന്ന് നോക്കിയാൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന PG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉള്ള റെക്കോർഡും ബുക്കും അല്ല. അമ്മ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് 2 പെട്ടി നിറച്ച് ബുക്ക് കഴിഞ്ഞു. ഇപ്പം അടുത്തത് വീണ്ടും നമ്മൾ ഇപ്പോഴും പോകുമ്പോൾ ഒരടുക്ക് ബുക്ക് ബാഗിനകത്ത് വേണം. ഒരു കല്യാണത്തിന് പോയാലും അതെല്ലാം കൊണ്ടുപോകണം. എന്നിട്ട് ഈ റിപ്പോർട്ടുകളെല്ലാം കൊടുത്താലും അവർക്ക് അത്യാവശ്യമാകുമ്പം വീണ്ടും നമ്മളെ വിളിക്കും, നിങ്ങൾ ആ എളുപ്പമൊന്നും ഇട്ടേരെ സാറ് മോളിൽ നിന്ന് വിളി വന്നെന്ന് പറയും. അപ്പം നമ്മൾ പേടിച്ച് വീണ്ടും എളുപ്പമെടുത്ത് കൊടുക്കും. ബേസ് ലൈൻ ഡേറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും ബേസ് ലൈൻ. ഒരു നാട്ടിൻപുറത്ത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യം നിങ്ങൾ തട്ടുകട ഉൾപ്പെടെ കൊടുക്കും. ആശുപത്രി, തട്ടുകട, കന്നുകാലികൾ, പട്ടി, പൂച്ച, കോഴി. ഇങ്ങേറ്റം ഞങ്ങൾ കൊടുക്കാത്ത കുഴിയാനയുടെ സർവേ മാത്രമേ ഉള്ളൂ കൊടുക്കാത്ത. പുള്ളിക്കാരനെ കാണുന്നില്ല സാറേ. അതുകൊണ്ട് കുഴിയാനയുടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ ചോദിച്ചേനെ. ഈ സർക്കാർ എന്തെല്ലാം രീതിയിൽ ഡേറ്റാസ് കളക്ട് ചെയ്യാവോ അതെല്ലാം അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരാവശ്യത്തിന് ചെന്നാൽ ഞങ്ങൾക്കാണെങ്കിൽ ഒരു അംഗീകാരവും തന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു OP നിന്നാൽ പോലും നമ്മൾ ആ ക്യൂവിൽ ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ കാശ് അടച്ച് തന്നെ OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഡോക്ടറെ കാണാവുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പരിഗണന തന്നിട്ടില്ല. ശ്രുതി ഇതാണ് പറയുന്നത്. അതായത് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞോളൂ. ഇപ്പോൾ ഞങ്ങൾ ഈ സമരത്തിന് ഇവിടെ വന്ന 6-ാം തീയതി CITUവിൻ്റെ നേതൃത്വത്തിൽ നടത്ത സമരം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ 2 ദിവസം വിട്ടുനിന്നു, ലെറ്റർ കൊടുത്ത് വിട്ടുനിന്നു. അത് കഴിഞ്ഞ് ആ സമരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ 17-ാം തീയതി ഇവിടെ സമരത്തിന് വന്നു. അപ്പം ഞങ്ങൾ എല്ലാ ജോലിയും കംപ്ലീറ്റ് ചെയ്തതാണ്. കുലശേഖരപുരത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ മൊത്തം ജോലിയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സമരത്തിന് വന്നത്. 3-ാം തീയതി വൈകിട്ട് ഉത്തരവ് വന്ന് എല്ലാവരും തിരിച്ചു കയറണമെന്ന്. തിരിച്ചു കയറിയ സമയത്ത് ഞങ്ങളുടെ ഈ ഇന്നലെ വരെയുള്ള ജോലികൾ വീണ്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഓർഡർ വന്നു മെനഞ്ഞാന്ന്. അത് DPM കൊല്ലം ജില്ലയിലെ കുലശേഖരപുരത്തിന് മാത്രം ഒരു ഓർഡർ വന്നേക്കുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആശാ വർക്കേഴ്സിന് ഈ 35 ആശമാരുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് DPM ഓർഡർ ഇറക്കിയേക്കുന്നത്. ഞങ്ങൾക്ക് ഈ 35 പേർക്കും ഓണറേറിയം ഇൻസെൻറ്റീവും 6-ാം തീയതി ഫെബ്രുവരി 6-ാം തീയതി തൊട്ടുള്ള ഓണറേറിയം ഇൻസെൻറ്റീവ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിലൊരു തീരുമാനമാവാതെ ഇനി നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പോകത്തില്ല. ഈ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ന് നമ്മുടെ സർക്കാർ തീരുമാനം ഉണ്ടാക്കുന്നോ അന്നേ ഞങ്ങൾ പിന്നോട്ട്. മറ്റൊരു വഴിയില്ല നിങ്ങളുടെ മുമ്പിൽ ഇല്ല. ഞങ്ങളുടെയൊക്കെ മക്കളെ 232 രൂപ കൊണ്ട് എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനാണെങ്കിൽ എല്ലാ രോഗങ്ങളും ഇപ്പം മറവി രോഗവും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കണേ, എനിക്ക് ഒരു മാസം 6000 രൂപ വേണം.